പക്ഷേ ആലപ്പുഴ CPM സംസ്ഥാന സമ്മേളനത്തിൽ VS അച്യുതാനന്ദനെതിരെ നടത്തിയ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് അത് മാധ്യമ വാർത്തകൾ മാത്രമാണെന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ സുരേഷ് കുറുപ്പ് അതിന് സ്ഥിരീകരണം നൽകി. അതിനെ പിന്താങ്ങിക്കൊണ്ട് VSൻ്റെ മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗം A. സുരേഷ് അതിന് കൂടുതൽ പിന്തുണ നൽകി. ഇപ്പോൾ ശിവൻകുട്ടി അത് നിഷേധിക്കുന്നു. ഒരു പെൺകുട്ടി അന്ന് നടത്തിയ, ഏറെ ചിന്തിച്ച് നടത്തിയ ഒരു പരാമർശം എന്ന നിലയിലാണ് അത് അറിയപ്പെട്ടത്. നല്ല ചിന്താശേഷിയുള്ളൊരു പെൺകുട്ടിയാണ് അത് നടത്തിയെന്നും ഇപ്പോൾ വാർത്തകൾ വരുന്നുണ്ട്. അത് എന്താണ് അതിൽ വാസ്തവമുണ്ട്? നമ്മൾ എന്താണ് ഇതിൽ മനസ്സിലാക്കേണ്ടത്? ഒന്നാമത്തെ കാര്യം, ഈ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് സംബന്ധമായ വാർത്ത, അത് വാർത്തയല്ല, പരമാർത്ഥമാണ്. എല്ലാ മലയാളിക്കും അതറിയാം. അതൊരു കാലത്ത് നമ്മുടെ മാധ്യമങ്ങൾ തന്നെ കൃത്യമായി ഉപയോഗപ്പെടുത്തുകയും മുഴുവൻ മലയാളിയുടെയും ചെവിയിലെത്തിക്കുകയും ചെയ്തൊരു വാർത്തയാണ്. പിന്നെ എപ്പോഴാണ് ഇത് മൂടിവെക്കാൻ തുടങ്ങിയത്? CPMലെ പവർ ബാലൻസ് മാറി. അതെ, VS അച്യുതാനന്ദനെ ചവിട്ടിക്കൂട്ടി മൂലക്കിട്ടു. അതിന് നേതൃത്വം നൽകി, ആ വെട്ടിനിരത്തലിന് നേതൃത്വം നൽകിയ പിണറായി വിജയൻ്റെ കയ്യിൽ പ്രസ്ഥാനവും സംസ്ഥാനവും വന്നു. അപ്പോൾ ഈ രാത്രിക്ക് രാത്രി ഈ ഞങ്ങളുടെ മലബാറിലൊരു പ്രയോഗമുണ്ട്, ഈ മയ്യത്ത് കട്ടിൽ നിന്ന് പേൻ ഇറങ്ങിപ്പോവുക എന്ന് പറയും. എന്ന് പറഞ്ഞ പോലെ ഒരു രക്തയോട്ടം നിലച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ദേഹത്ത് മൂട്ടക്കും പേനിനൊന്നും ചെയ്യാനില്ലല്ലോ. അപ്പോൾ അടുത്ത ജീവനുള്ള ശരീരം തേടി മൂട്ടകളൊക്കെ ഇറങ്ങിപ്പോകും. അങ്ങനെ VSൻ്റെ കൂടെ നിന്ന പരാതങ്ങൾ, VSനെ ആശ്രയിച്ച് ജീവിച്ചിരുന്നവർ മുഴുവനും രായ്ക്ക് രാമാനം കൂറുമാറി വരിയായി പിണറായി പക്ഷത്തേക്ക് മാറി. നല്ല പദവികളും കിട്ടി, നല്ല പദവികൾ, അംഗീകാരങ്ങൾ, സൗകര്യങ്ങൾ. അവർക്കതാണ് വേണ്ടിയിരുന്നത്. അത് VSൻ്റെ കൂടെ നിന്നാൽ കിട്ടുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നു. അപ്പോൾ ഇപ്പോൾ സത്യത്തിൽ ആരാണ് മാറിയതാരാ? പിണറായി വിജയൻ മാറിയിട്ടില്ല. അന്നും പിണറായിയാണ്. VS മരണം വരെ മാറിയിട്ടില്ല. അദ്ദേഹത്തിന് മാറാനാവുകയില്ല താനും. രണ്ടും രണ്ട് വഴിയാണ്, രണ്ട് സംസ്കാരമാണ്, രണ്ട് നിലപാടാണ്. അപ്പോൾ പക്ഷെ മാറ്റം വന്നത് ആർക്കാ? VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവ്, മുഖ്യമന്ത്രി തുടങ്ങിയ പദവികളിൽ നിന്ന് പിണറായി വിജയൻ്റെ ഭരണപരിഷ്കാര കമ്മീഷൻ്റെ ചെയർമാനാക്കി ഒതുക്കി ഇരുത്തപ്പെട്ടപ്പോൾ പിന്നെ പിണറായിയായി അധികാര കേന്ദ്രം. CPMൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്ക് പോലും വോയിസ് ഇല്ലാതെയായി. ഒരു ഗവൺമെൻറ്റിൻ്റെ നയപരിപാടികൾ തീരുമാനിക്കുന്നത് പാർട്ടിയല്ല എന്ന് വന്നു, മന്ത്രിസഭയല്ല എന്ന് വന്നു, മുന്നണി പോലുമല്ല എന്ന അവസ്ഥ വന്നു. കുറച്ച് കോർപ്പറേറ്റ് ഏജൻറ്റുമാരുടെ അല്ലെങ്കിൽ ഉപദേഷ്ടാക്കളുടെ സഹായത്തോടു കൂടി പിണറായി വിജയൻ്റെ ഒരു കോക്കസായിട്ട് കേരള ഭരണം മാറി. അതല്ലേ ഉണ്ടാകുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ റാൻ മൂളി നിൽക്കാൻ പാകത്തിലുള്ള ചെറുപ്പക്കാരെന്ന വ്യാജേന കുറേ അധികാരമോഹികളെ, രാഷ്ട്രീയ ഭിക്ഷാംദേഹികളെ കൊണ്ടുവന്ന് മന്ത്രിസഭ ഉണ്ടാക്കി. അതല്ലേ സംഭവിച്ചത്. അങ്ങനെ സംഭവിക്കുമ്പോൾ ആരാണ് സത്യത്തിൽ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് ഒരു ഓർമ്മയായി മാറി ഇപ്പോൾ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു എന്നൊക്കെ മാധ്യമങ്ങൾക്ക് പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് തമസ്കരിച്ചത് നമ്മുടെ മാധ്യമങ്ങളാണ്. ആരാ മാറിയത്? മാധ്യമങ്ങളുടെ അധികാരഭ്രമമാണ് മാറിയത്. അധികാരത്തിൻ്റെ തണലിൽ നിന്നുകൊണ്ട് കിട്ടുന്ന അപ്പകഷ്ണങ്ങൾക്ക് വേണ്ടി മാധ്യമങ്ങൾ നിലപാടെടുത്തപ്പോഴാണ്. കാരണം ഭരണകൂടത്തിൽ നിന്ന് മാധ്യമങ്ങൾക്ക് ഒരുപാട് കിട്ടാനുണ്ട്. അപ്പുറത്ത് VSൻ്റെ മൂല്യങ്ങളെ പിന്തുണച്ചാൽ ഇട്ടൊന്നും കിട്ടാനില്ല. അപ്പോൾ മാധ്യമങ്ങൾ മാറിയതാണ്. അതുകൊണ്ട് ഈ ചോദ്യം ശരിക്കും പറഞ്ഞാൽ പരിഹാസ്യമായി തീരുന്നത്, ഇപ്പോൾ നമ്മുടെ മലയാളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ തന്നെ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് എന്നൊരു പ്രയോഗം കേരള ചരിത്രത്തിലെ CPM സമ്മേളനങ്ങളിൽ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ ഇപ്പോൾ കൂലങ്കഷമായി അന്വേഷിക്കുക. ഇവരുടെ തന്നെ പഴയ ഫയലുകൾ നോക്കിയാൽ മതി. അതെ, ഇവരുടെ തന്നെ ലേഖകന്മാർ പേര് വെച്ച് എഴുതിയിട്ടുണ്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു. എന്താ സംശയം? അന്വേഷണ കമ്മീഷനൊന്നും വേണ്ട. മലയാളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളുടെ ബാക്ക് ഫയൽ ഒന്ന് പരിശോധിച്ചിട്ട് അവർ പറഞ്ഞു ഇത്രാം തീയതി ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പോരെ. എന്തിനാണ് ചോദിക്കുന്നത്? പിന്നെ ഇതിപ്പോൾ ആരാ നിഷേധിച്ചത്? ആദ്യം നിഷേധിക്കേണ്ടയാൾ M. സ്വരാജാണ്. നാക്ക് പൊങ്ങിയിട്ടില്ല അവന്. 3 കിലോമീറ്റർ നീളമുള്ള നാവുണ്ടല്ലോ അവൻ്റെ കയ്യിൽ. എന്താ മിണ്ടാത്തത്? പറഞ്ഞതാണെന്ന് അവനറിയാം. നിഷേധിച്ച പൊളിയും വിവരം അറിയും. അതുകൊണ്ട് M. സ്വരാജ് മിണ്ടിയിട്ടില്ല. പിന്നെ ആരാ മിണ്ടുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ NN കൃഷ്ണദാസ് നിഷേധിച്ചില്ല. NN കൃഷ്ണദാസ് VSൻ്റെ പോരാളിയായിരുന്നല്ലോ. കൃഷ്ണദാസ് പറയണത് ഒന്ന് ആലോചിച്ച് നോക്കൂ. ആളുകളുടെ ഒരു മാറ്റം. ഈ പാർട്ടി സമ്മേളനങ്ങളിൽ നടന്ന കാര്യങ്ങൾ പുറത്ത് പറയുന്നത് ശരിയല്ല എന്നാണാവോ കൃഷ്ണദാസിന് ഈ ബോധം വന്നത്. VS ഉൾപ്പെടെയുള്ള VSൻ്റെ ഗ്രൂപ്പിലുള്ള മുഴുവൻ ആളുകളും പാർട്ടി രീതിശാസ്ത്രത്തെ തള്ളിക്കളഞ്ഞവരാണ്. എന്നിട്ട് സ്വന്തമായ രീതിയിൽ അഭിപ്രായം പറഞ്ഞവരാണ്. അന്ന് VS പറഞ്ഞ മറുപടിയാണ് കൃത്യം. CPMലെ പോലെ ഒരു പാർട്ടി ലെനിനിസ്റ്റ് സംഘടനാ തത്വങ്ങൾ ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ, പാർട്ടി സംഘടനാ തത്വങ്ങൾ ലംഘിക്കുമ്പോൾ ഞാനും ലംഘിക്കും, പാർട്ടിക്കാരനായ ഞാനും ലംഘിക്കും. പാർട്ടിക്ക്
പാർട്ടിക്ക് പാർട്ടി കൾച്ചർ ഉണ്ടെങ്കിലല്ലേ പാർട്ടി സഖാക്കൾക്കും അത് പാലിക്കേണ്ട ബാധ്യതയുള്ളൂ. അതാണ് VS പറഞ്ഞത്. ഇപ്പോൾ എൻ കൃഷ്ണദാസ്. ഇനി ആരാണിപ്പോൾ നിഷേധിച്ചത്? ഒന്ന് വി ശിവൻകുട്ടിയാണ്. അതെ, ശിവൻകുട്ടിയുടെ വാക്കിനും കർമ്മത്തിനും എന്ത് വിശ്വാസ്യതയാണ് കുട്ടികൾ, നമ്മുടെ കൊച്ചുകുട്ടികളുടെ വിദ്യാഭ്യാസ മന്ത്രിയാണല്ലോ. അതെ അതെ, മന്ത്രി അപ്പൂപ്പനോ മന്ത്രി മാമനോ ആണ്. കുട്ടികൾ ഇപ്പോൾ ഈയിടെ എന്നോടൊരു അധ്യാപക സുഹൃത്ത് പറഞ്ഞു, നമ്മൾ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിമാരെക്കുറിച്ച്, ആരൊക്കെയായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിമാരെക്കുറിച്ച് ഒരു സെമിനാർ പേപ്പർ കൊടുക്കുമല്ലോ. അപ്പോൾ കുട്ടികൾ ഈ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ട് ഫോട്ടോസൊക്കെ വെച്ച്, കളർ ഫോട്ടോസൊക്കെ വെച്ച് മനോഹരമായ, അതാണ് ഈ സെമിനാർ പേപ്പർ. കുട്ടികൾ മുഴുവൻ കൊണ്ടുവന്നിരിക്കുന്നത് നിയമസഭയുടെ ഈ ടേബിളിൻ്റെ പുറത്ത് കയറി നിന്നിട്ട് ഇയാൾ മുണ്ടും മടക്കി കുത്തി നഗ്ന താണ്ഡവമാടുന്ന ചിത്രമാണ്. കുട്ടികളുടെ മനസ്സിൽ അതാണ് ഈ വിദ്യാഭ്യാസ മന്ത്രി. അപ്പോൾ ആ മന്ത്രിയുടെ നിലപാട്. പിന്നെ ഒരാൾ ഈ ചിന്തിക്കുന്ന ചെറുപ്പക്കാരി എന്നൊക്കെ പറയുന്നതിന് ഞാനാണേ എന്ന് ചിന്താ ജെറോം മറുപടി പറഞ്ഞിട്ടുണ്ട്. ചിന്താ ജെറോമിൻ്റെ വാക്കുകൾക്ക്, ചിന്താ ജെറോമിൻ്റെ ഡോക്ടറേറ്റ് തീസീസിന് പോലും മലയാളത്തിൽ എന്ത് വിലയുണ്ട്, ചിന്താ ജെറോമിൻ്റെ ഇംഗ്ലീഷിന്, ചിന്താ ജെറോമിൻ്റെ മലയാളത്തിന്. അപ്പോൾ അതുകൊണ്ട് ഒരു എടുക്കാത്ത നാണയങ്ങളാണ്. പിണറായി പക്ഷത്ത് നിന്നുകൊണ്ട് കിട്ടുന്നത് യുവജന കമ്മീഷൻ മറ്റേത് മറിച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാങ്ങി വിഴുങ്ങുന്ന ഈ പരാതങ്ങൾ മാത്രമാണ് ഇപ്പോൾ ന്യായീകരിച്ചിരിക്കുന്നത്. വേറെ ആരെങ്കിലും മിണ്ടിയിട്ടുണ്ടോ? മിണ്ടേണ്ടവർ മിണ്ടിയിട്ടുണ്ടോ? MV ഗോവിന്ദൻ സൈദ്ധാന്തികൻ എന്ന് വിളിക്കേണ്ടി വന്നതാണ് ഈ CPM-ൻ്റെ മാത്രമല്ല നമ്മുടെ കാലഘട്ടത്തിൻ്റെ ഒരു വലിയ സങ്കടം. 50 കൊല്ലത്തിനുള്ളിൽ പുറത്തിറങ്ങിയ ഏതെങ്കിലും ഒരു പുസ്തകത്തിൻ്റെ പേര് ആ മനുഷ്യനെ അറിയുമോ എന്ന് എനിക്ക് സംശയമാണ്. പിന്നെ കളിമാഷും മാഷാണല്ലോ. കായിക വിദ്യാഭ്യാസം ഒട്ടും മോശമല്ല കാര്യമല്ല കേട്ടോ. തീർച്ചയായിട്ടും സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് ക്ഷേത്രങ്ങളെക്കാൾ, ദേവാലയങ്ങളെക്കാൾ നമുക്ക് ആവശ്യമുള്ളത് ഫുട്ബോൾ ഗ്രൗണ്ടുകളാണ്. കളിമാഷന്മാരെ ഞാൻ കുറച്ചേ പറയല്ല. പക്ഷേ കളിമാഷന്മാർ പാർട്ടിയുടെ സൈദ്ധാന്തികന്മാരായി രംഗത്ത് വരികയും ഒരു അക്ഷരവൈരികളായി ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുകയും ചെയ്യുമ്പോഴാണ്. അതുകൊണ്ട് ഇതൊന്നും പരിഗണിക്കേണ്ട കാര്യമില്ല. സത്യത്തിൽ വളരെ സിമ്പിളാണ് കാര്യം. രണ്ട് മനുഷ്യരുടെ പ്രതികരണം. പിരപ്പങ്കോട് മുരളി വെറും CPM നേതാവല്ല. ഈ VS അച്യുതാനന്ദൻ്റെ ഗ്രൂപ്പിൽ നിന്നു എന്നത് അദ്ദേഹത്തിൻ്റെ കുറവുമല്ല. അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി ജീവിച്ച ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹം എഴുതിയ നാടകങ്ങൾ, കവിതകളൊക്കെ പാർട്ടി സാഹിത്യമാണ്. പാർട്ടിക്ക് വേണ്ടി ചിന്തിച്ചു, പാർട്ടിക്ക് വേണ്ടി എഴുതി, പാർട്ടിക്ക് വേണ്ടി എലങ്കുളം മനക്കലെ അമ്മ നാടകമൊക്കെ ഓർമ്മയില്ലേ? വലിയ പാർട്ടി നാടകങ്ങളൊക്കെ അദ്ദേഹം എഴുതിയതാണ്, ചെറിയ കാരനല്ല. അദ്ദേഹം നിശബ്ദനായി മാറിയുന്ന ഒരാളാണ്. ഈ പോക്ക് പോയാൽ VS അച്യുതാനന്ദൻ്റെ ഗതി എല്ലാവർക്കും വരാം. മാത്രമല്ല അത് ശരിയല്ല എന്ന് മനസ്സിലാക്കി മാറിയുന്ന ഒരാൾ. അദ്ദേഹത്തിന് അത് പറയാൻ ധാർമ്മികമായ അവകാശമുണ്ട്. അന്ന് മുതൽ മാറി നിന്നിട്ട് ഇന്ന് വരെ പാർട്ടിയോട് കാല് പിടിക്കാൻ ചെന്നിട്ടില്ല, മാപ്പ് പറയാൻ ചെന്നിട്ടില്ല, എനിക്ക് തെറ്റുപറ്റി എന്ന് പറയാൻ പോയിട്ടില്ല. 2, സുരേഷ് കുറുപ്പാര. എന്തുകൊണ്ടാണ് CPM-ന് യഥാർത്ഥത്തിൽ പറ്റുന്ന ഏറ്റവും വലിയ നാശം? ആ പാർട്ടിക്കകത്ത് കൊള്ളാവുന്ന മനുഷ്യന്മാർ, രാഷ്ട്രീയമായി മാർക്സിസം എന്താണെന്ന് പഠിച്ചവർ, അറിഞ്ഞവർ, അത് പറഞ്ഞവർ, പ്രചരിപ്പിച്ചവർ, മാർസിയൻ മാനവികതയുടെ ദാർശനിക മൂല്യങ്ങൾ ജീവിതത്തിൽ പുലർത്തി ജീവിച്ചവർ, എല്ലാ കാലത്തും UDF-ൻ്റെ കുത്തക സീറ്റുകളിൽ മാത്രം മത്സരിച്ച് ജയിച്ചയാളാണ് സുരേഷ് കുറുപ്പ്. എത്രയോ കാലമായി അദ്ദേഹം നിശബ്ദനാണ്. എന്തുകൊണ്ട് നിശബ്ദനാണ്? അദ്ദേഹത്തിൻ്റെ ഭാഷയും സംസ്കാരവും മനസ്സിലാകാത്ത വിധം CPM എന്ന പാർട്ടി മാറിയിരിക്കുന്നതിൻ്റെ അർത്ഥം. അദ്ദേഹം ചേർത്ത് പറഞ്ഞത്, അദ്ദേഹം ഇതുവരെ ഇത് പറഞ്ഞിട്ടില്ല, അദ്ദേഹത്തിന് അറിയാത്ത കാര്യമൊന്നുമല്ല, എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ അർത്ഥം ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. ആരാണ് M സ്വരാജ് എന്നും M സ്വരാജിൻ്റെ നാവിൽ നിന്നും ജീവിതത്തിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കാമെന്നും എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു അവിടെ മാത്രമല്ല, അദ്ദേഹം പറഞ്ഞു എന്താ സംശയമുള്ളത്, തിരുവനന്തപുരത്ത് മാത്രമല്ലല്ലോ. തിരുവനന്തപുരത്തെക്കുറിച്ചാണ് പിരപ്പങ്കോടി മുരളി 2012 തിരുവനന്തപുരം സമ്മേളനത്തെക്കുറിച്ചാണ് എഴുതിയത്. സുരേഷ് കുറുപ്പ് അവിടെ മാത്രമല്ലല്ലോ. ഈ പയ്യന്മാരും ഈ ഉണ്ണി എന്താന്ന് പറയാ വിരിഞ്ഞു വരുന്ന കൊച്ചു പെൺകുട്ടികളൊക്കെ നടന്ന് VS-നെ കല്ലെറിയുകയായിരുന്നില്ലേ? ആലപ്പുഴ സമ്മേളനത്തിൽ 2015 അത് തന്നെ നടന്നില്ലേ എന്ന് അദ്ദേഹം പറഞ്ഞു. അതിലും മനസ്സുകൊണ്ടാണ് അദ്ദേഹം ഇറങ്ങിപ്പോയല്ലോ. അപ്പോൾ അത് ഒരു വാസ്തവമാണ്. ഇവരൊക്കെ അപ്പോൾ എന്തുകൊണ്ട് CPM ഇപ്പോൾ സുരേഷ് കുറുപ്പ് മാത്രമല്ല മാഷെ, ഇപ്പോൾ G സുധാകരൻ്റെ കാര്യം തന്നെ എടുത്ത ഒരു ഘട്ടത്തിൽ ഈ ആശയപരമായി VS-നെ എതിർത്ത് എങ്കിലും മാനസികമായ അടുപ്പം പുലർത്തിയിരുന്നൊരു നേതാവാണ് സുധാകരൻ VS-ഉമായിട്ട്. ഇപ്പം VS-ൻ്റെ മരണം സംബന്ധിച്ചുള്ള അതിൽ പ്രതികരണം എടുക്കാൻ പാർട്ടി മാധ്യമങ്ങൾ പോലും തൻ്റെ അടുത്ത് വന്നില്ല എന്ന് വിലപിക്കുകയാണ് സുധാകരൻ. തീർച്ചയായിട്ടും നിരാശയുണ്ട് അദ്ദേഹത്തിന്. നിരാശയുണ്ട്. ഇനി സുധാകരനും ഈ പറഞ്ഞ ആളുകളൊന്നും വ്യക്തികളല്ലല്ലോ. ഞാൻ പറഞ്ഞ പിരപ്പങ്കോട് മുരളി ഒരു വ്യക്തിയല്ല, കേവല വ്യക്തിയല്ല. ഒരുപാട് സംഭാവനകൾ സമൂഹത്തിനും പാർട്ടിക്കൊക്കെ ചെയ്ത ആളുകളാണ്. ഈ സുരേഷ് കുറുപ്പ് വെറും ഒരു വ്യക്തിയല്ല. ആരാണ് G സുധാകരൻ? G സുധാകരനോട് നമുക്ക് അദ്ദേഹത്തിൻ്റെ കവിതകളോടൊക്കെ വേണമെങ്കിൽ വിയോജിക്കാം, നിവൃത്തിയില്ല. അത് അദ്ദേഹത്തിൻ്റെ ഒരു ഹോബിയായിട്ട് എടുത്താൽ മതി, അത് നമുക്ക് തള്ളിക്കളയാം. പക്ഷേ G സുധാകരൻ എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ സുതാര്യത, വിശുദ്ധി ആർക്ക് തള്ളിക്കളയാൻ പറ്റും?
അങ്ങനെ ഒരു മാതൃക കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പ് കൈകാര്യം ചെയ്ത കൂട്ടത്തിൽ സമീപകാലത്ത് പണ്ടുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇ എ മജീദിനെ പോലുള്ള ആളുകൾ പണ്ടുണ്ടായിരുന്നു. പക്ഷേ ബാക്കിയുള്ളവരൊക്കെ ഒരു സ്ഥിതി എന്താ? അപ്പോൾ അതുകൊണ്ട് പാർട്ടിക്ക് ഏറ്റവും ചുരുങ്ങിയ ദുഷ്പേരുണ്ടാക്കാതെ അന്തസ്സ് വളർത്തിയ ആളുകളാണ് ഈ നിശബ്ദരാകുന്നത്, പുറത്താക്കപ്പെടുന്നത്, വളരെ വളരെ സൗമ്യമായിട്ടെങ്കിലും പ്രതിഷേധിക്കുന്നത്. അത് CPM കണ്ടാൽ നല്ലതാണ്. അത് M ഗോവിന്ദൻ്റെ സിദ്ധാന്തം കൊണ്ടോ M സ്വരാജിൻ്റെ നാവ് കൊണ്ടോ ചിന്താ ജെറോമിൻ്റെ പരിഹാസ്യമായ ഈ എന്താ പറയുക ലീലാവിലാസങ്ങൾ കൊണ്ടോ ഒന്നും ഈസിയല്ല. പിണറായി വിജയൻ അങ്ങേയറ്റം അപഹാസ്യമായി ആധുനിക കേരളത്തിൻ്റെ ആധുനിക കേരളത്തിൻ്റെ ശില്പിയാണ് VS അച്യുതാനന്ദൻ എന്നൊക്കെ ഭംഗിവാക്ക് പറയുമ്പോൾ ആ VS അച്യുതാനന്ദനോട് ഇന്നലെ വരെ ഈ പിണറായിയും കൂട്ടരും ചെയ്തത് എന്തായിരുന്നു എന്ന് കേരളം കാണുന്നുണ്ട്. അത്ര എളുപ്പമല്ല കാര്യങ്ങൾ. മരണശേഷമെങ്കിലും വലിയ സംവാദങ്ങൾക്ക് തിരികൊളുത്തിയാണ് VSൻ്റെ ചിതയിൽ നിന്ന് CPMൻ്റെ ആശയലോകത്തേക്ക് വലിയ സംവാദത്തിൻ്റെ നാളങ്ങൾ കത്തിക്കയറുന്നു എന്നാണ് ഇതിനർത്ഥം. അത്ര എളുപ്പമല്ല അതങ്ങനെ അടക്കിക്കളയാൻ.